ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ലെറ്റർ ബോക്സ് എന്ന കഹാനിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കഹാനിയുടെ ഷോർട്ട് സമ്മറിയാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപേ നമുക്ക് ലേഖകനെ പരിചയപ്പെടാം. ലേഖക് ആഗ്നേയജിയാണ്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണത്. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായനാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1911 അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് 1987 പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഭഗൻ ദൂത്ത്, ചിന്ത, നദി കെ ദ്വീപ്, കിത്നി നാവ് മേ കിത്നി ബാർ, വിപത്തക, ജയ്ദോൽ എന്നിവയൊക്കെ. ഇതിൽ എല്ലാതും നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, 2-3 എന്തായാലും ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഷോർട്ട് സമ്മറിയിലേക്ക് കിടക്കാം. ലെറ്റർ ബോക്സ്. അപ്പോൾ ഈ കഹാനി ഒരു പ്രത്യേക ടൈം ലിമിറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഹാനിയാണ്. അതായത് ഭാരത് പാകിസ്ഥാൻ പാർട്ടീഷൻ സമയത്തെ ഒരു കഹാനിയാണ് ലേഖക് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ലെറ്റർ ബോക്സ് എന്ന കഹാനി നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിഷമാവുകയും സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്നാൽ വിഷമമാവുന്ന രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പോർട്രേയലാണ് ലെറ്റർ ബോക്സ് എന്ന കഹാനിയിലൂടെ ആഗ്നേയജി കാണിച്ചിരിക്കുന്നത്. പാർട്ടീഷൻ എന്നത് എങ്ങനെയാണ് ഒരാളുടെ ലൈഫിനെ ബാധിച്ചത്, അതായത് ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും വലിയ അഡൾട്ടായിട്ടുള്ള ആൾക്കാരെയും എങ്ങനെയൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ബാധിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പോർട്രേയലാണ് ആഗ്നേയജി ഈ ഒരു കഹാനിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഭാരത് പാകിസ്ഥാൻ കെ വിഭാജൻ കെ സമയ കാ യഥാർത്ഥ ചിത്രൻ ഹൈ ഇസ് കഹാനി മേ. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ സമയത്തെ ഒരു യഥാർത്ഥ ചിത്രം കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു കഹാനിയാണ് ലെറ്റർ ബോക്സ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർട്രേയിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. अपनों से बिछड़ने का दर्द और व्यथा, शरणार्थियों की निस्सहायता, इसका भावुकतापूर्ण चित्र संक्षिप्त में कहानी ലെറ്റർ ബോക്സ് में लेखक ने किया है. അതായത് വളരെ വൈകാരികമായിട്ടുള്ള രീതിയിൽ ലേഖക് ഇവിടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലൊരു കഹാനി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആ സമയത്ത് ആൾക്കാർക്ക് ബന്ധുക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ വേർപെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ വേദന, അതുപോലെ തന്നെ അഭയാർത്ഥികൾ, അതായത് ശരണാർത്ഥികളായിട്ടുള്ള, അതായത് പാകിസ്ഥാനിലെ ആൾക്കാർ ഇന്ത്യയിലേക്കും ഇന്ത്യയിലത്തെ ആൾക്കാർ പാകിസ്ഥാനിലേക്കും പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ശരണാർത്ഥികളായിട്ടുള്ള രീതിയിൽ, അഭയാർത്ഥികളായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. അവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദനയൊക്കെയാണ് ഈ കഹാനിയിലൂടെ ലേഖക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. ഷേഖുപുർ കാ ശരണാർത്ഥി കിഷോർ रोशन की कहानी है लेटर बॉक्स, जो अपने माता पिता को खो चुका है. उससे कहानीकार शरणार्थी कैंप के पास डाकघर में मिलते हैं. അപ്പം ഇത് ഒരു ചെറിയൊരു ആൺകുട്ടിയുടെ കഥയാണ്. റോഷൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനെ ലേഖകൻ കാണുന്നത് അഭയാർത്ഥി ക്യാമ്പിൻ്റെ വെളിയിൽ നിന്ന് ആണ്. ആ അഭയാർത്ഥി ക്യാമ്പിന് തൊട്ടടുത്ത് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെളിയിൽ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്, ലേഖകനും ആ കുട്ടി. ആ സമയത്ത് തന്നെ ഈ കുട്ടിക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. 5 वर्षीय रोशन की माँ की मृत्यु हो चुकी है और वह अपने पिता के इंतज़ार ശരണാർത്ഥി ക്യാമ്പ് മേ കർ രഹാ ഹെ, ऐसा उसने കഹാനിക്കാർക്കോ ബത്തായ. അതായത് 5 വയസ്സായിട്ടുള്ള ഈ കുട്ടിയുടെ അമ്മ മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ശരണാർത്ഥി ക്യാമ്പിൽ വെച്ച് അവൻ കാത്തിരിക്കുകയാണ് അവൻ്റെ അച്ഛനെ എന്ന് അവൻ ലേഖകനോട് പറയുന്നുണ്ട്. വഹ അപ്നെ പിതാജി കോ പോസ്റ്റ് കാർഡ് പഹുച്ചാനാ ചാത്താ താ പർ ഉസ്കെ പാസ് ഉൻകാ പതാ നഹി താ. അവന് അച്ഛന് പോസ്റ്റ് കാർഡ് അയക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മാത്രം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്നെ ചാച്ച ഓർ മാ കെ സാത്ത് ഘർ സെ നിക്ലാ താ ലാഹോർ കെ ലിയെ ഓർ പിതാജി ഷേഖുപൂർ തക് ഉൻകെ സാത്ത് थे. അതായത് അച്ഛൻ്റെ ഏട്ടനും അതുപോലെ അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ലാഹോറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഷേഖുപൂർ വരെ അച്ഛനും അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ അവരെ വിട്ടു പോയിരിക്കുന്നത്. लेकिन फिर वह अपने बुआ और फूफा को लेने चले गए थे, जिनका कोई नहीं था और 2 बेटे जंग में मारे गए थे. അതായത് അച്ഛൻ അവരുടെ ഒപ്പം ഷേഖുപൂർ വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവനും അമ്മായിയെയും കൂട്ടാനാണ് പോകുന്നത്. ആ അമ്മാവനും അമ്മായിക്കും ആരുമില്ലായിരുന്നു. അവരുടെ 2 മക്കൾ യുദ്ധത്തിൽ മരിച്ചു പോയിരുന്നു. അത് കാരണം കൊണ്ട് അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലാഹോറിൽ പിന്നീട് മീറ്റ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിതാജിനെ ലാഹോർ മേ മിൽനെ കി ബാത് കി ഥി പർ യഹ് ലോഗ് തോ ലാഹോർ പहुंचे ही नहीं. അതായത് ലാഹോറിലേക്ക് പോകാൻ പുറപ്പെട്ട ഇവരെല്ലാവരും അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ധാരണയായിട്ടുണ്ടായിരുന്നത് അതാണ്. പക്ഷേ ഇവർക്ക് ലാഹോറിലേക്ക് എത്താൻ പറ്റില്ല. അതായത് അച്ഛൻ്റെ ഏട്ടനായിട്ടുള്ള ചാച്ചയും അമ്മയും കൂട്ടിയിട്ട് റോഷനും ലാഹോറിലേക്ക് പുറപ്പെടുകയും അച്ഛൻ്റെ റിലേറ്റീവ്സിനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. लाहौर पहुंचने वाले रास्ते में कुछ आक्रमणकारियों ने इन पर हमला कर चाचा को मार दिया और बाकी लोगों ने कहा कि लाहौर जाना उचित नहीं है, इसलिए वह रास्ते में से ही मुड़ गए. അതായത് ലാഹോർ പോകുന്ന വഴിയിൽ കുറച്ച് അക്രമികൾ ഇവരെ ആക്രമിക്കുകയും
അച്ഛൻ്റെ ഏട്ടനെ കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ളവർ ലാഹോറിലേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് തീരുമാനിക്കുകയും അവർ ആ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പം ഇവനും ഇവൻ്റെ അമ്മയും ബാക്കി കുറച്ച് പേരും ഉണ്ടായിരുന്നു അതിൽ. दूसरे दिन रास्ते पर लाठी और कुल्हाड़ी लेकर लोग आए और उन पर हमला किया. പിറ്റേ ദിവസം അതേ വഴിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വടിയും മഴുവുമായിട്ട് ആളുകൾ ആക്രമിക്കാൻ വരികയാണ് ഇവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്യത്തിൻ്റെ അർത്ഥം. बहुत सारी स्त्रियों को पकड़ कर ले जाने वाले थे जिनमें रोशन की माँ भी थी. നിരവധി സ്ത്രീകളെ ഇവർ പിടികൂടുകയും അതിൽ ഒരാൾ റോഷൻ്റെ അമ്മയുണ്ടായിരുന്നു. एक आदमी ने माँ को कसकर पकड़ लिया जिस कारण माँ ने उसे काट लिया. അതായത് ഒരാൾ വന്നിട്ട് അമ്മേനെ അമർത്തി പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമർത്തി പിടിക്കുന്ന സമയത്ത് അമ്മ അയാളെ കടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കടിക്കുന്ന ആ ഒരു ദേഷ്യത്തിൽ അയാൾ അമ്മയെ താഴത്തേക്ക് വലിച്ച് ഉന്തിയിടുകയാണ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ ഇരിക്കുന്ന അയാൾ വേഗം തന്നെ മഴു കൊടുത്തിട്ട് മഴുവിൻ്റെ എതിർവശം കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ റോഷൻ വളരെ ചെറിയ കുട്ടിയാണ്, അവന് പേടിയാവുകയാണ് ചെയ്തത്. റോഷൻ ഭയഭീത് ഹോ ഗയാ और उसने अपनी आंखें बंद कर ली. പേടിയാവുന്ന സമയത്ത് കണ്ണ് അടച്ചിരിക്കുകയാണ്, ഒന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് റോഷൻ ചെയ്യുന്നത്. जब उसने अपनी आंखें खोली तो देखा कि माँ का मुंह नाक जबड़ा कुछ नहीं था, सिर्फ लहू से भरा हुआ सिर था और वह आदमी माँ के छाती पर पैर रखकर फिर चोट करे जा रहा था और उसकी माँ मर गई थी. അപ്പം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇവനെ പേടിയായി, ഇവൻ കണ്ണുകൾ അടച്ചു. കണ്ണ് തുറന്നപ്പോൾ ഇവൻ കാണുന്നത് അമ്മയുടെ വായും മൂക്കും താടിയെല്ലാം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ആ സ്ഥാനത്തായിരുന്നില്ല. തലയിൽ നിറയെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതായിട്ടാണ്. അതേപോലെ തന്നെ അയാൾക്ക് അമ്മയോടുള്ള കലി മാറിയിട്ടുണ്ടായിരുന്നില്ല, ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയെ പിന്നെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ നെഞ്ചത്ത് കാല് വെച്ച് പിന്നെയും അമ്മയെ ആക്രമിക്കുന്നതാണ് റോഷൻ കാണുന്നത്. പക്ഷേ ആ സമയം ആകുമ്പോഴത്തേക്ക് അമ്മ മരിച്ചിരുന്നു എന്ന് റോഷൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഇവനെ ഹെൽപ്പ് ചെയ്യണം. ചെറിയ കുട്ടിയാണ് അത് വിചാരിച്ച് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. साथियों ने रोशन को बचाया और इस शरणार्थी कैंप तक पहुंचाया. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ റോഷനെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ റോഷൻ്റെ അവസ്ഥ. रोशन को अब पिताजी की खोज है लेकिन उनका पता नहीं मालूम. और जब लेखक ने पोस्टकार्ड पर शेखुपुर का पता डालने की बात की तो वह कहता है कि वहाँ से तो पिताजी चल चुके. അപ്പോൾ ഇപ്പോൾ റോഷൻ അച്ഛനെയാണ് തിരയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിലാസമോ അദ്ദേഹം എവിടെയായിരിക്കുമെന്നൊന്നും റോഷന് അറിയില്ല. അതുകൊണ്ട് തന്നെ ലേഖകൻ്റെ അടുത്ത് അഡ്രസ്സ് എഴുതാൻ പറയുന്ന സമയത്ത് ലേഖകൻ പറയും ഷേഖുപൂറിൻ്റെ അഡ്രസ്സ് എഴുതിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് റോഷൻ പറയും അവിടെ നിന്നൊക്കെ അച്ഛൻ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് റോഷൻ പറയുന്നുണ്ട്. चिट्ठी पर पता डालने के तर्क से रोशन लेखक से अपना പോസ്റ്റ് കാർഡ് ले लेता है. അപ്പം ഒരു തർക്കമാവുകയാണ്, എന്ത് വിലാസമാണ് അതിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞ് ലേഖകനും റോഷനും തമ്മിൽ ഒരു തർക്കമാവുകയാണ്. തൻ്റെ പോസ്റ്റ് കാർഡ് ലേഖകനിൽ നിന്ന് റോഷൻ തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. रोशन एक धैर्यवान लड़का था और किसी की खोज में था जो लेखक से अधिक जानकारी रखने वाला आदमी हो, जिसे पता हो कि चिट्ठी किस पते पर छोड़े ताकि वहाँ से उसके बाबूजी मिल जाए. അതായത് റോഷൻ വളരെ ഒരു ധൈര്യമുള്ള നല്ല ക്ഷമയുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലേഖകനേക്കാളും അറിവുള്ള ഒരാളെയാണ് റോഷൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവനും അറിയില്ല എവിടുത്തെ വിലാസം എഴുതിയാലാണ് അച്ഛനിലേക്ക് ഈ കത്തെത്തുക എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേഖകനേക്കാളും കുറച്ചും കൂടി അറിവുള്ള ഒരാളെയാണ് അവൻ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. കറക്റ്റായിട്ടുള്ള വിലാസം എഴുതിയിട്ട് അച്ഛൻ ഈ പോസ്റ്റ് കാർഡ് കിട്ടിയിട്ട് വേണം അവന് അവൻ്റെ അച്ഛനെ കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരാളെയാണ് റോഷൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ബാൽ മനോവിജ്ഞാൻ കാ ഉപയോഗ ലേഖക് ने मार्मिक तौर से कहानी में किया है. ചൈൽഡ് സൈക്കോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഒരു കഹാനി വളരെ നല്ല രീതിയിലാണ് ലേഖകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. റോഷൻ ഛോട്ടാ ജറൂർ ഹെ ലേക്കിൻ ധൈര്യവാൻ ആശാപൂർണ്ണ ചരിത്രകാല എടുക്കുക. അതായത് അവൻ ഒരിക്കലും തോൽക്കുന്നില്ല, എന്തായാലും അച്ഛനെ കിട്ടുമെന്നൊരു പോസിറ്റീവ്നെസ് അവനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ലേഖകൻ കാണുന്നത്. ലാസ്റ്റിൽ റോഷൻ ചെറിയ കുട്ടിയായിരിക്കാം, പക്ഷേ വളരെ ധൈര്യമുള്ള ഒരു കുട്ടിയാണ്, നിറയെ പോസിറ്റീവ്നെസ് ഉള്ള ഒരു കുട്ടിയാണ് എന്ന രീതിയിലാണ് ലേഖകൻ അവൻ്റെ ക്യാരക്ടർ ഇതിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കഹാനിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. സജഷൻസ് ഉണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ് ബോക്സിലിടാൻ മടിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്